ആശാസമരത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോര്. കേരളത്തിലാണ് ആശമാർക്ക് ഏറ്റവും വേതനമെന്ന വാദം കള്ളമാണെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച രാഹുൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സമരക്കാരെ മൈൻഡ് ചെയ്തില്ലെന്നും ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് SUCIയുടെ നാവായി മാറിയെന്നും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് നിലപാടെന്നും ആരോഗ്യമന്ത്രി മറുപടി നൽകി. ആരോഗ്യമന്ത്രി തെറ്റായ വിവരങ്ങളാണ് പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇപ്പോൾ CPM-കാർ ആശാ വർക്കർമാരെ പാട്ടപ്പിരിവാർ എന്നും കീടങ്ങളെന്നുമാണ് വിളിക്കുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം ഇല്ലേ സാർ? സിക്കിമിൽ 10,000 രൂപയാണ് സാർ ഓണറേറിയം. ആ 10,000 രൂപ കേരളത്തിൽ കൊടുക്കുന്ന 7,000-ന് മുകളിലാണ് സാർ. അല്ലെങ്കിൽ തന്നെ ഇവരുടെ താരതമ്യം എന്തൊരു താരതമ്യമാണ് സാർ? ഏത് വിഷയം പറഞ്ഞാലും കേരളത്തെക്കാൾ ദുർബലമായ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരുമായി താരതമ്യം നടത്തുക. അതുകൊണ്ട് ഈ നാടിന് എന്താ സാർ പ്രയോജനം? ഇവരുടെ റാങ്കിങ്ങിന്റെ പ്രത്യേകത എന്താ സാർ? ഇവരുടെ റാങ്കിങ് വിശേഷമായ റാങ്കിങ് ആണ് സാർ. ആ റാങ്കിങ്ങിൽ പരീക്ഷ ഇടുന്നത് ഇവർ, ചോദ്യം തയ്യാറാക്കുന്നവർ, പരീക്ഷ പരിശോധിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ അവരോടൊന്ന് സംസാരിക്കുവാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അവരുടെ സമരത്തെ ഒന്ന് ഗൗനിച്ചിട്ടുണ്ടോ? അവരുടെ സമരത്തെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല സാർ, ആ സാധു മനുഷ്യർ മഴ കൊള്ളാതിരിക്കുവാൻ വേണ്ടി കെട്ടിയ ടാർപോളിൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ പോലീസ് വലിച്ചു കളഞ്ഞില്ലേ സാർ? അതെന്തൊരു നീതിയാണ് സാർ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പടിക്കൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ട് മുഖ്യമന്ത്രി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എന്തുകൊണ്ടാണ് ഒരു ജനകീയ സമരത്തെയും അഡ്രസ് ചെയ്യില്ല എന്ന ഫോൾസ് ഈഗോയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്? സാർ, ഈ പാലക്കാട് മെമ്പർ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ. പക്ഷേ SUCയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സാർ. അതിൽ വളരെ വളരെ അബദ്ധജടിലും സാർ ആശമാരെ കുറിച്ചും ആശമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു കാര്യം പോലും ഈ പ്രമേയ അവതാരകൻ അറിയില്ല സാർ. ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന് നിലപാടുണ്ട് സാർ. അതിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സാർ ഉള്ളത്. അതിനിയും വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സാർ ഉള്ളത്. അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവും സാർ. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കണക്കുകളും കാലഘട്ടവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. 2007 മുതൽ 2011 വരെയുള്ള കാലയളവിൽ മന്ത്രി പറഞ്ഞതുപോലെയല്ല, സംസ്ഥാന സർക്കാർ യാതൊരു ഓണറേറിയവും നൽകിയിരുന്നില്ല. ആ സർക്കാരിൻ്റെ കാലത്ത് 2011-12 അവസാന ബജറ്റിൽ 300 രൂപ ഓണറേറിയമായി നൽകുമെന്ന് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്ത്. അത് കൊടുത്തത് എപ്പോഴാണ്? അത് കൊടുത്തത് UDF സർക്കാരാണ്. മന്ത്രി വളരെ ബുദ്ധിപൂർവ്വം 60-40 എന്ന് പറഞ്ഞത് കറക്റ്റാണത്. 60-40 NHM-ന്റെ ഫണ്ടാണ് കൊടുക്കുന്നത്. കേരളത്തിൽ എത്രമാത്രം സമരം നിങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ചെയ്തിരിക്കുന്നു, ഏതെല്ലാം രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിരിക്കുന്നു സാർ. അവരെ എന്തൊക്കെയാണ്? പാട്ടപ്പിരിവുകാർ, സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കീടങ്ങൾ,